ഹായ് ഓൾ. ഇന്നിപ്പോൾ എന്താ പേപ്പറായിട്ടെന്ന് വിചാരിക്കണ്ട. നമ്മളിന്ന് റെഡിയാക്കുന്നത് ജിൽബാബാണ്. ജിൽബാബ് എന്ന് പറഞ്ഞാൽ നമ്മളെ 1 പീസിൽ വരുന്ന നിസ്കാരക്കുപ്പായ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു പേപ്പറിൽ അതിൻ്റെ ഡെമോ കാണിച്ചു തരട്ടെ. കാരണം നിസ്കാരക്കുപ്പായ എന്ന് പറയുമ്പോൾ അത്രയും വലിപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിമിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം ഈ പേപ്പറിലൊന്ന് കാണിച്ചു തരാം. ശേഷം നമുക്ക് ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നിസ്കാരക്കുപ്പായ ആയതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് അളവിലൊന്നുമല്ലല്ലോ എടുക്കുക. നമ്മളൊരു ഫ്രീ സൈസ് ആയിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതാ ഇതുപോലെ 2 പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ വരുന്നത്, ഇത് ബാക്ക് പോർഷൻ. ഇത് രണ്ടും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അതെ അല്ലേ, ഈ ഒരു പീസ് കുറച്ച് വലുതാണ്, ഈ ഒരു പീസ് കുറച്ച് ചെറുതാണ്. അതായത് ഈ വലിയ പീസിനേക്കാൾ കുറച്ച് ചെറുതാണ് ഈ ഒരു പീസ്. ഈ ഒരു മെഷർമെൻറ്റിലുള്ള നിസ്കാരക്കുപ്പായം നമുക്ക് ഏതൊരാൾക്കും യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കേട്ടോ. ഫ്രണ്ട് പോർഷൻ്റെ ലെങ്ത്ത് വന്നിട്ട് 60 ആണ് കേട്ടോ. വിഡ്ത്ത് വരുന്നത് 40 ആണ്. നമുക്ക് ഒരു നോർമൽ ഒരാൾക്ക് നിസ്കാരക്കുപ്പായത്തിന് വേണ്ട വിഡ്ത്ത് എന്ന് പറയുന്നത് 40 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 40ന്റെ മുകളിലുള്ള ക്ലോത്ത് എടുക്കാൻ നോക്കുക. അതായത് നമ്മുടെ ക്ലോത്തിന്റെ വീതി 40ന്റെ മുകളിലായിരിക്കണം. ഇനി ബാക്ക് പോർഷനിൽ നിങ്ങൾ 2 ഭാഗത്ത് അളവ് കാണുന്നുണ്ടാവും അല്ലേ. അത് ഇവിടെ ഒരു 20 കാണുന്നുണ്ട്, ഇവിടെ ഒരു 60 കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കൺഫ്യൂഷൻ ആവാൻ നിൽക്കേണ്ടത്. ഇതിന്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 80 ആണ് എടുത്തിട്ടുള്ളത്. ഈ 80 എങ്ങനെ കിട്ടിയത് എന്ന ഒരു ഡൗട്ട് ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാ നോക്കല്ലേ നമുക്ക്. ഇത് ഫ്രണ്ട് പോർഷൻ 60 ആണ്. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷനിൽ നമ്മൾ 60 ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ. നമ്മുടെ ക്ലോത്തിൽ 60 ഒന്ന് അടയാളപ്പെടുത്തി ഉടനെ തന്നെ കട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ക്ലോത്തിന്റെ വീതി ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എത്രയാണോ നമ്മൾ വീതി എടുത്തത് അതിന്റെ പകുതി ഈ ഒരു 60ലേക്ക് കൂട്ടി കൊടുക്കുക. അതായത് നമ്മൾ ഇവിടെ എത്രയാണോ എടുക്കുന്നത് അതിലേക്ക് ഈ ഒരു ക്ലോത്തിന്റെ പകുതി ഇവിടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോത്തിന് വീതി എത്രയാണ് എടുത്തിട്ടുള്ളത്? 40 ആണ് എടുത്തിട്ടുള്ളത്. ആ ഒരു 40ന്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. ആ ഒരു 20 നമുക്ക് ഇവിടെ 60 ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ആ ഒരു 20 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 80 ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ എക്സ്ട്രാ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മഫ്ത വേണമല്ലോ, അതായത് നമ്മുടെ മൊക്കന ആ ഒരു പാർട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു പാർട്ട് എക്സ്ട്രാ വരുന്ന ഭാഗത്ത് നിന്നാണ് എടുക്കേണ്ടത്. അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് മുന്നിലേക്കും വരും. അപ്പോൾ ഈ 2 ഭാഗവും കറക്റ്റായിട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ജിൽബാബിൻ്റെ തിയറി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. കട്ടിങ് കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ ഈ ലെങ്ത്ത് മാത്രം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക, അതുപോലെ വീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബാക്ക് പോർഷൻ, ഇത് ഫ്രണ്ട് പോർഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇതുപോലെ ആയിരിക്കും വരിക. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇവിടെ ബാക്ക് പോർഷൻ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഒന്ന് ജസ്റ്റ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ. ശേഷം ഇതുപോലെ നമുക്ക് മഫ്ത വേണമല്ലോ, അതായത് നമ്മുടെ മൊക്കനെ വേണമല്ലോ. ആ ഒരു മൊക്കനെ പോലെ ഒരു ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മുടെ ഫേസ് ഉണ്ടല്ലോ, നമ്മുടെ ഫേസിൻ്റെ അളവ് എത്രയാണോ ഒന്ന് മുഖത്ത് ഇവിടെ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ വരുന്നത് നോക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം താഴേക്ക് ഒന്ന് മറിച്ചെടുത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലായിരിക്കട്ടെ കിട്ടുക. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇവിടെ വരെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് മറിച്ചെടുക്കട്ടോ. അപ്പോൾ ഇത് 2 ക്ലോത്ത് നമ്മൾ ജോയിൻ്റ് ആയി കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. ഈ ഒരു ജിൽബാബ് ഉണ്ടല്ലോ നമുക്ക് അത്രയും സിമ്പിളായിട്ട് ചെയ്യട്ടോ. അതായത് സ്റ്റിച്ചിങ്ങിൻ്റെ ABCD അറിയാത്തവർക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് മെഷീൻ ചവിട്ടാനും നൂലൊക്കെ ഒന്ന് ഇടാനും അങ്ങനെയൊക്കെ അറിഞ്ഞാൽ മതി കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് തയ്യലൊക്കെ പഠിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നു അങ്ങനെയൊന്നും വിചാരിക്കണം. നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോലത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇനി സ്ലീവിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇതിന് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 15 ആണ് കേട്ടോ. 15 മതി. നോർമൽ ഒരാൾക്ക് 15 തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടുകയും വേണ്ട കുറയ്ക്കുകയും വേണ്ട, 15 തന്നെ എടുത്താൽ മതി. ഇനി നമ്മുടെ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തെ വീതി എന്ന് പറയുന്നത് 10 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ 10 അല്ല എടുത്തത്. അപ്പോൾ അതിൻ്റെ ഹാഫ് മതിയിട്ട് ഇവിടെ 5 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്രയാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് ആണ് കേട്ടോ ഇവിടെ എടുക്കേണ്ടത്. അങ്ങനെ 2 സ്ലീവ് ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം തൊട്ടായിരിക്കും ഓപ്പണ്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഈ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഇവിടെ കാണുന്ന സെൻറ്റർ ഉണ്ടല്ലോ, ഇവിടെ വെച്ചിട്ട് നോർമലി നമ്മൾ സ്ലീവ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്യൽ അതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്ലീവും 2 വശവും ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ജിൽബാബ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ 1 പീസിൽ വരുന്ന നിസ്കാരക്കുപ്പായം. ഇനി വേണ്ടത് അടിവശം ഒന്ന് നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കുക. 2 ഭാഗത്തിൻ്റെ മടക്കി തയ്ച്ചതിന് ശേഷം ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. 2 ഭാഗവും ഷേപ്പാക്കി കൊടുക്കുക. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഈ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു മെഷർമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ലെങ്ത്ത് ഉണ്ടല്ലോ, ലെങ്ത്ത് അല്ല, നമ്മൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ വിഡ്ത്ത് ഉണ്ടല്ലോ, ആ ഒരു വിഡ്ത്തിൻ്റെ ഹാഫാണ് നമുക്ക് അതായത് ബാക്ക് പോർഷനിൽ എക്സ്ട്രാ കൊടുക്കേണ്ടത്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ.
അപ്പോൾ ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച മെഷർമെൻറ്റ് പ്രകാരം എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ലീവാണ്. സ്ലീവിന് വരുന്ന ലെങ്ത്ത് വരുന്നത് 15 ആണ്. അതുപോലെ സ്ലീവിൻ്റെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ എടുത്തത് 10 ആണ്. ഈ എൻഡിങ്ങിൽ വരുന്നത് 5 ആണ് കേട്ടോ. ഇനി ഇതാ നമ്മുടെ മെയിൻ ക്ലോത്തുകൾ തമ്മിൽ ഒരു ക്ലോത്ത് 60 ഇഞ്ചും അതുപോലെ ഒരു ക്ലോത്ത് 80 ഇഞ്ചും ആണ് കേട്ടോ വരുന്നത്. അതായത് നമ്മുടെ ബാക്ക് പോർഷൻ ആണ് 80 ഇഞ്ച് വരുന്നത്, ഫ്രണ്ട് പോർഷൻ വരുന്നത് 60 ഇഞ്ചും ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ബാക്ക് പോർഷൻ ആണ് എടുക്കുന്നത്. ബാക്ക് പോർഷൻ നമ്മൾ 80 ഇഞ്ചിലൊന്ന് കട്ടാക്കി വെച്ചാൽ ആ ഒരു പോർഷൻ ആണ്. ആദ്യം ഇതിന്റെ അറ്റൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കും. ശേഷം നമുക്ക് 2 വശവും സെന്ററിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫേസിന്റെ ഭാഗം മാറ്റി നിർത്തിയിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് കേട്ടോ ഇത്. നമ്മുടെ ഈ ഫേസിന്റെ ഭാഗത്ത് ഒന്ന് നമ്മൾ വിട്ടു കൊടുത്തിട്ട് ബാക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലോത്ത് ഒന്ന് ഞാൻ ജസ്റ്റ് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ല, ആ ഒരു പോർഷൻ നമ്മളിപ്പോൾ മൊക്കനൊക്കെ വേണ്ടി മടക്കി അടിച്ച് വെച്ചല്ല, ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 2 പീസും തമ്മിൽ ജോയിന്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ലീവ് അറ്റാച്ചിങ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്തിന്റെ സെന്റർ ഭാഗം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചപ്പോൾ തന്നെ സെന്റർ ഭാഗം കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് ഈ സ്ലീവിന്റെ സെന്റർ ഭാഗം ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കട്ടോ. ഇതുപോലെ 2 ഭാഗവും അറ്റാച്ച് ചെയ്തെടുക്കണേ. സ്ലീവിന്റെ അറ്റം മടക്കി അടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് ഗ്യാപ്പിൽ അടിച്ചു കൊടുക്കട്ടെ. എങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് അലാസ്റ്റിക് കോർത്തെടുക്കാം. ഞാൻ സ്ലീവിന്റെ അറ്റത്ത് അലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു ബലൂൺ സ്ലീവ് പോലെ ആയിരിക്കട്ടെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പൊ സൈഡ് വശമൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നമുക്ക് ജിൽബാബ് എന്ന് കേൾക്കുമ്പോൾ ചെറിയ ഞെട്ടലൊക്കെ ഉണ്ടാവില്ലേ, കാരണം നമുക്ക് അടിക്കാൻ കഴിയോ, ഒരു ടഫ് ആണോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ, സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. ഇനി സൈസ് മാറണമെങ്കിൽ മെഷർമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്താൽ മതി. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാട്ടോ.